സിൽവർ ലൈൻ പദ്ധതി പരിഗണനയിലുണ്ട് എന്ന ദക്ഷിണ റെയിൽവേ എംപിമാരുടെ യോഗത്തിൽ ജോൺ ബ്രിട്ടാസ് എംപിയുടെ ചോദ്യത്തിനാണ് മറുപടി. സംസ്ഥാനം നൽകിയ ഡിപിആർ റെയിൽവേ ബോർഡ് പരിശോധിക്കുകയാണ് എന്നും ദക്ഷിണ ജനറൽ മാനേജർ RN സിംഗ് വ്യക്തമാക്കി. സുനിഷ അയ്യല്ലൂർ വിവരങ്ങളുമായി. സുനിഷ, ഇപ്പോൾ ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കുന്നത് എന്താണ്? സിൽവർ ലൈൻ പദ്ധതി ഇപ്പോൾ ആലോചനയിലില്ല എന്ന് കേന്ദ്രമന്ത്രി പറയുന്നു. ഇപ്പോൾ ദക്ഷിണ റെയിൽവേ ഇക്കാര്യത്തിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള മറുപടിയാണോ നൽകിയിരിക്കുന്നത്? തീർച്ചയായും സ്മൃതി, നേരത്തെ തന്നെ ഈ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര റെയിൽവേ പറഞ്ഞിരുന്നത് ഈ പദ്ധതി ഇപ്പോൾ ഈ തീരുമാനത്തിലില്ല, അല്ലെങ്കിൽ സാഹചര്യം പരിഗണിക്കുന്നില്ല എന്നതായിരുന്നു. പക്ഷേ അതിനെ തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ സംസാരിച്ചിരിക്കുന്നത്. പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് പരിഗണനയിലുണ്ട് എന്ന് പറയുമ്പോഴും, അതായത് ഇപ്പോൾ ഇതിൻ്റെ DPR കേരളം നൽകിയിരിക്കുകയാണ്. DPRന്റെ സ്ക്രൂട്ടിനിയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇത് തള്ളി എന്ന് പറയാൻ കഴിയില്ല. കേന്ദ്രത്തിന് കൃത്യമായ സ്ക്രൂട്ടിനി പഠിച്ചതിന് ശേഷം, സ്ക്രൂട്ടിനി നടത്തിയതിനു ശേഷം ഇത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് നൽകുമെന്നൊരു കാര്യമാണ് അല്പസമയം മുമ്പ് RN സിംഗ് പറഞ്ഞിരുന്നത്. ചില പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയും കൃത്യമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കിയതിനു ശേഷം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് നൽകും. പൂർണ്ണമായും ഇതിൽ നിന്നും പിന്മാറുന്നു എന്നോ അല്ലെങ്കിൽ പരിശോധന നടത്തില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ നിലവിൽ ഒരു പരിഗണനയിലുണ്ട്. കേരളം നൽകിയ DPR പരിശോധനയ്ക്ക് എടുത്തിരിക്കുകയാണ്, സ്ക്രൂട്ടിനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൃത്യമായ ഒരു റിപ്പോർട്ട് റെയിൽവേ മന്ത്രാലയത്തിന് നൽകുമെന്നൊരു അറിയിപ്പ് തന്നെയാണ് ജനറൽ മാനേജർ RN സിംഗ് നൽകുന്നത്. സ്മൃതി. ശരി, സുനിഷ അയ്യല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.